ഒരു കാര്യമാണ് എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായി തീർന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഞാൻ മരിച്ചപ്പോൾ ആ പ്രമാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർത്തൃന്യായ പ്രമാണം. അതൊരു വാക്ക് നിങ്ങളവിടെ മാർക്ക് ചെയ്തിരുന്നു കേട്ടോ. അതായത് 2-ാം വാക്യത്തിൽ ഭർത്തൃന്യായ പ്രമാണം എന്നൊരു വാക്കുണ്ട്, അത് മാർക്ക് ചെയ്തിരണം. അതൊരു അവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക പദമാണ് ഭർത്തൃന്യായപ്രമാണം. അപ്പോ ആ ന്യായപ്രമാണത്തോട് ബന്ധിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഉഭയസമ്മതത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മള് മരിക്കുവാനിടയായി. എങ്ങനെയാണ് മരിച്ചത്? 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നോക്കിയേ, മരണത്തിൽ പങ്ക്. അപ്പൊ ഞാൻ മരിച്ചത് കൊണ്ട് എന്റെ ന്യായപ്രമാണത്തിലുള്ള ആ ഉഭയസമ്മതം മാറി. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ് ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇതിന്റെ വേറെയും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ പിന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആരുമായിട്ടാ? ക്രിസ്തുവുമായിട്ടാ. ഇനി എന്റെ മണവാളൻ ആരാ? ക്രിസ്തുവ, ന്യായപ്രമാണമല്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു ചിന്തകൾ വന്നു തുടങ്ങിയല്ലേ. ഇനിയും അടുത്ത വിഷയങ്ങളിലേക്ക് നാം വരുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഇങ്ങനെ നല്ല ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ന്യായപ്രമാണം ഇടക്ക് പൊങ്ങി വരും. കാരണം എന്താണെന്നറിയാമോ? ഇവളിപ്പോ നല്ല പുള്ളിയായിട്ട് ജീവിക്കുകയാണ്, ഇപ്പോൾ ഇവളെ സ്നേഹിച്ചാൽ കൊള്ളാം എന്ന് കണ്ടിട്ട് വീണ്ടും ന്യായപ്രമാണം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാന്ന് പറഞ്ഞാൽ ജഡസംബന്ധമായുള്ള കാര്യങ്ങൾ വീണ്ടും പൊങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം? ക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ നാം ന്യായപ്രമാണത്തോട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ 3-ാം വാക്യം പറയുകയാണ്, ഒരു പേര് വരുന്നുണ്ട് അവിടെ, 7-3. വ്യഭിചാരിണി. മതി, ക്ലിയറായി. അപ്പൊ പിന്നെ ഇനി പഠിപ്പിക്കുന്നില്ല, ഇതോടെ നിർത്തി. അത്രയും കാര്യം മനസ്സിലായി എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ വരുമ്പോൾ ആ 7 തൊട്ട് 7-ന്റെ 1-ാം വാക്യം തൊട്ട് 13-ാം വാക്യം വരെ നിങ്ങൾ വായിക്കണം. ഇപ്പൊ 6-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. എങ്കിൽ തന്നെയും ഒന്നുകൂടി ഒന്ന് വായിച്ചു പോകുവാൻ ആയിട്ട് പ്രബോധിപ്പിക്കുന്നു. അതിന്റെ 13-ാം വാക്യം വരെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത നാളത്തെ ദിവസത്തെയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെതായ നിജസ്ഥിതി നമുക്ക് മനസ്സിലാകുവാൻ